പാട്ട് കേൾക്കുമ്പോ നമ്മുടെ മൂഡ് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോ നമ്മൾ ഭയങ്കര ഹാപ്പിയാകും, ചിലപ്പോ സങ്കടം വരും. സത്യത്തിൽ സംഗീതത്തിന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രത്യേക കഴിവുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സംഗീതത്തിന്റെ ആ ഒരു ഹീലിംഗ് പവറിനെക്കുറിച്ചാണ്. അല്ലേ, നമുക്കെല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ സങ്കടം വരുമ്പോൾ ഒരു സങ്കടപ്പാട്ട് കേട്ടാല് സങ്കടം കൂടുകയല്ല, ഒരു തരം ആശ്വാസമാണ് കിട്ടുന്നത്. വെറുമൊരു തോന്നല് മാത്രമല്ല ഇതിനു പിന്നില്. ഇതിന് അതിൻ്റെതായൊരു ശാസ്ത്രം തന്നെയുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോ ഈ ഒരു അനുഭവത്തെ ശാസ്ത്രീയമായി എങ്ങനെ വിശദീകരിക്കും? അവിടെയാണ് നമ്മൾ മ്യൂസിക് തെറാപ്പി എന്നതിലേക്ക് വരുന്നത്. ഇതൊരു അംഗീകൃത ചികിത്സാ രീതിയാണ്. എന്താണിതെന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. മ്യൂസിക് തെറാപ്പി എന്ന് കേൾക്കുമ്പോ പലരും വിചാരിക്കുന്നത് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക എന്നാണെന്ന്. പക്ഷെ സംഭവം അതല്ല. ഇതൊരു ശാസ്ത്രീയമായ ചികിത്സാ രീതിയാണ്. ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റ് ശബ്ദവും താളവും ഈണവുമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെ ചികിത്സിക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇതിനെ ഒരു ഇമോഷണൽ ഡീറ്റോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സ്ട്രെസ്, പേടി, സങ്കടം പോലുള്ള വികാരങ്ങളെയെല്ലാം സംഗീതത്തിലൂടെ പുറത്തുകളഞ്ഞ് മനസ്സിന് ഒരു ബാലൻസും സമാധാനവും നൽകുക. അതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ശരി, അപ്പൊ ആർക്കൊക്കെയാണ് ഇതുകൊണ്ട്